പുതിയ മാഗ്നറ്റ് എടുക്കാനായിട്ട് KTM ഷോറൂമിലോട്ട് വന്നതാണ്. കിടക്കണ കിടപ്പുണ്ടല്ലേ ഗോൾഡൻ RGB വർക്ക് ചെയ്ത എൻഡോർക്ക് ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. 142 പാറ്റേൺ ആണ് ഇതിനകത്തുള്ള. ഗൈസ്, ഇന്ന് നമ്മുടെ എക്സ്പൾസിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ ഇല്ല, ചെറിയൊരു സർവീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അയ്യോ ഫോണിട്ട് കിടക്കുക. വണ്ടിയുടെ ചെയിൻ സ്പോക്കറ്റ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ചെയിൻ സ്പോക്കറ്റ് തീർന്ന് വണ്ടി ഇപ്പോൾ 10,000 കിലോമീറ്റർ ആയി. 10,000 കിലോമീറ്റർ ചെയിൻ സ്പോക്കറ്റ് കംപ്ലീറ്റ് തീർന്നിരിക്കുകയാണ്. അതാ നോക്കി ഫുള്ള് എൻഡിലാണ്, ഫുള്ള് മാക്സിമം ടൈറ്റ് ഇട്ടേക്കാണ് കേട്ടോ. ടൈറ്റിലും ചെയിൻ സ്പോക്കറ്റ് ഇപ്പോൾ നല്ല ലൂസായി തീർന്ന് പടമായി ചെയിൻ സ്പോക്കറ്റ്. അപ്പം ഇന്ന് നമ്മുടെ എക്സ്പ്രസിൻ്റെ റോളം ബ്രാസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനാണ് പോയാണ് കേട്ടോ. സ്റ്റോക്ക് അതായത് കമ്പനി വരുന്ന ചെയിൻ സ്പോക്കറ്റ് വൺ ഷോക്കാണ് ഇത്. ചെറിയൊരു ടൈറ്റ് ആയിട്ട് ചെറിയൊരു റൈഡ് പോകുമ്പോൾ തന്നെ പെട്ടെന്ന് വലിഞ്ഞു പോകുന്നുണ്ട് ഈ ചെയിൻ സ്പോക്കറ്റ്. അപ്പോൾ റോളോട്ട് മാറുമ്പോൾ എന്തായാലും നല്ലൊരു വ്യത്യാസം വണ്ടിക്ക് വരും. പെട്ടെന്ന് ഇങ്ങനെ വലിഞ്ഞു പോകത്തില്ല, ലോങ് ലൈഫാണ്. ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ എക്സ്പ്രസിൻ്റെ വീഡിയോ അല്ലായിരുന്നു, നമ്മളെ ഡ്യൂക്കിൻ്റെ സർവീസ് ആയിട്ടുണ്ട് കേട്ടോ. ഡ്യൂക്കിൻ്റെ ഫുൾ സർവീസായിട്ട്, അതായത് ഇതിൻ്റെ ഏറ്റവും ഒരു സാധനങ്ങൾ മാറും. എൻജിൻ ഓയിൽ, കോർക്ക് ഓയിൽ, ഫോർക്ക് സീല്, വാട്ടർ പമ്പ് സീല്, പിന്നെ ഫ്ലൂയിഡ് ഓയിൽ, അങ്ങനെ എല്ലാം മാറുന്ന ഡീറ്റെയിലിങ്. അതായത് യൂസ്റ്റി ഫോർക്കിൻ്റെ സീല് മാറുന്നേക്കാം ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടൊരു വീഡിയോ എടുക്കാനൊക്കെ നിന്നേന്. പക്ഷേ നമുക്ക് അടുത്തായി ഈ ഒരു എക്സ്പൾസ് കൊണ്ടൊരു റൈഡ് പോകാനുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോകൾ കണ്ടില്ലായിരുന്നു, അപ്പോൾ 10 സ്റ്റേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എക്സ്പൾസിലാണെന്ന് പോകണം വേഗമണിലോട്ട്. അപ്പം ഇതിൻ്റെ സർവീസ് ഒന്ന് തീർക്കാം. നമുക്ക് നാളെയോ മറ്റന്നാളോ നമ്മൾ ഡ്യൂക്കും കൊണ്ടുപോയി അതിൻ്റെ സർവീസ് സെറ്റാക്കാം. ഇത് മാത്രമല്ല SGയിൽ കുറച്ച് DRL വർക്കും RGB വർക്കും അങ്ങനെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ അവിടെ പെൻഡിങ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു കിടിലൻ വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ നേരെ നമുക്ക് പാരിപ്പള്ളി ഡെസ്കിലോട്ട് വിടാം. ബാക്കി അവിടെ ചെന്നിട്ട് ഷോപ്പിൽ വന്നപ്പോൾ തന്നെ അതാ ഇവിടെ ഒരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ. RCയുടെ പവർ പാർട്ട് വൈസർ ആയിരുന്നു, കഴിഞ്ഞിരിക്കുന്ന പീസായിരുന്നു കേട്ടോ. ഇത് ഏതൊക്കെ വന്നിരിക്കുന്നത്? രണ്ട് മോഡലുണ്ട് കേട്ടോ. അതായത് തിക്നെസ് ആണ് വ്യത്യാസം. ഇത് വരുന്ന 4mm ആണ്, ഇത് തിക്നെസ് കുറവാണ് 3.5 mm. രണ്ടിൻ്റെ അതനുസരിച്ചുള്ള റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല പീസാണ്, ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് 3.5 mm ആണ്. യെസ്, സെറ്റ് സാധനം. ഓക്കെ, അപ്പോൾ പവർ പാർട്ട് വൈസർ കഴിഞ്ഞിരിക്കുന്നത് ഒരുപാട് പേര് ഇവിടെ ഒന്ന് അന്വേഷിച്ച സാധനമാണ്. അപ്പോൾ സാധനം വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഗൈസ്. വർക്ക്ഷോപ്പിലെ വർക്കുകൾ ഇതൊരു 180യുടെ എഞ്ചിൻ ചെറിയ പ്രശ്നമുണ്ട്, അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന വർക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു RCയുടെ വർക്ക് എന്താ അവിടെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. RCയുടെ മാഗ്നറ്റ് ഓയിലിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ മാഗ്നറ്റ് ഓയിൽ ഇവിടെ അഴിച്ചുകൊണ്ടിരിക്കട്ടെ. ഓയിലൊക്കെ ചോർത്തി മാഗ്നറ്റ് ഓയിൽ മാറാനുള്ള പരിപാടിയാണ്. ഈ 2 വർക്കും ഉണ്ട്. പിന്നെ ഒരു എൻഡോർക്കും ഉണ്ട്. RGB DRL വർക്ക് ചെയ്യാമെന്ന വണ്ടിയാണ്. അപ്പോൾ ഇതെല്ലാമാണ് അപ്പോൾ ഇന്നത്തെ വർക്ക്. ബാക്കി വർക്കൊക്കെ ഒതുങ്ങിയിട്ട് വേണം എൻ്റെ ചെയിൻ പോക്കറ്റ് കൂടെ മാറ്റാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ. അപ്പം 220 അല്ല 180യുടെ എൻജിൻ സെറ്റ്. നമ്മുടെ വർക്ക്ഷോപ്പിലുള്ള RC200 മാഗ്നറ്റ് ഓയിലാണ് കേട്ടോ പ്രശ്നം. അങ്ങനെ പുതിയ മാഗ്നറ്റ് എടുക്കാനായിട്ട് KTM ഷോറൂമിലോട്ട് വന്നതാണ്. പുതിയ മാഗ്നറ്റ് ഓയിൽ കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ സ്വിംഗാം ബുഷാണ്. ഇത് എല്ലാ വണ്ടിക്കും 200 തൊട്ട് 390 വരെ സെയിം സ്വിംഗാം ബുഷാണ് കേട്ടോ. ഇത് എക്സ്ട്രാ എടുത്ത് ഇട്ടതാണ്. ഏതെങ്കിലും വണ്ടിക്ക് സ്വിംഗാം ബുഷ് കംപ്ലൈൻറ്റ് വരുമ്പോൾ മാറാനായിട്ടുള്ളതാണ് കേട്ടോ. 3 വണ്ടിക്കുള്ള ഇത് ഇത്രയും ഒരു വണ്ടിക്കുള്ള സ്വിംഗാം ബുഷിൻ്റെ കിറ്റാണ്. ഓരോ സാധനം സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണം കേട്ടോ. 221 രൂപ, 63 രൂപ, അങ്ങനെ ഓരോ സാധനം സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണം. ഇത് ഇത്രയും ഒരു വണ്ടിക്കുള്ള സ്വിംഗാം ബുഷാണ്. അങ്ങനെ 3 എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വണ്ടിയുടെ സ്വിംഗാം ബുഷിനാണ് അല്ലെങ്കിൽ സ്വിംഗാം ബുഷല്ല എല്ലാം ഇപ്പോൾ ഓൾമോസ്റ്റ് KTMന്റെ ജെനുവൻ പാർട്സ് എല്ലാം ഓരോന്നോരോന്നായിട്ട് വാട്ടർ പമ്പ് സീല്, ഓയിൽ സീലുകൾ, അങ്ങനെ എല്ലാ സാധനവും വാങ്ങിച്ച് പർച്ചേസ് ചെയ്ത് SGയിലുണ്ട് അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് കൊണ്ടുപോയി RC200 മാഗ്നറ്റ് കൊണ്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ആ ഷോപ്പിൽ എത്തിയപ്പോൾ അടുത്ത കൊറിയർ ബോക്സ് വന്ന് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാൻ പൊട്ടിച്ചിട്ട്. ടൈൽറ്റേഡി ആണല്ലേ, ടൈൽറ്റേഡി. ആ ബുള്ളറ്റിൻ്റെ ക്രാഷ് കാർഡ്. യെസ്, ബുള്ളറ്റിൻ്റെ റോപ്പ് വരുന്ന ബട്ടർഫ്ലൈ ക്രാഷ് കാർഡാണ് കേട്ടോ. ഡൊമിനോ കിക്ക് ത്രോട്ടിൽ അങ്ങനത്തെ കുറച്ച് ഐറ്റങ്ങളൊക്കെയാണ്. ഇവിടെ V3 യൂണിവേഴ്സലായിട്ട് അല്ല, CBRന് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൈഡ് മിററാണ് BSDDPയുടെ. LED ഇൻഡിക്കേറ്റർ ഉൾപ്പെടെ വരുന്ന സൈഡ് മിററാണ് കേട്ടോ അപ്പം വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത് പിന്നെ ബാക്കി ഫോഗ് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ കുറച്ച് സ്റ്റോക്കൊക്കെ ഇരിപ്പുണ്ട്, എക്സ്ട്രാ എടുത്ത് വെച്ചതേ ഉള്ളൂ. നമ്മുടെ RC200 അപ്പോൾ ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ആ ഒരു കത്തിപ്പോയ മാഗ്നറ്റ് കോയിലിൻ്റെ അവസ്ഥ. കണ്ടില്ലേ, ഈ ഭാഗത്ത് കണ്ടില്ലേ, ഫുള്ള് സീനായിപ്പോയി. അപ്പം മാറ്റി പുതിയ മാഗ്നറ്റ് ഓയിൽ അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വൈസറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. കുറച്ച് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് കാണാം. RGB വർക്ക് ചെയ്ത എൻഡോർക്ക് ഇതാ അപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മാറ്റിയടാ, കളർ മാറ്റിയടാ. അതായിട്ടില്ലേ, കളറൊക്കെ യൂണീക്കായിട്ടുള്ള കളറാണ് കേട്ടോ. അടിപൊളി സാധനങ്ങളാണ്. ഇത് മാത്രമല്ല ഇതിനകത്ത് മ്യൂസിക് പാട്ടിൻ്റെ ഒരു സംഭവം അത് കാണിച്ചടാ. ഇത് നമുക്ക് ഫോണിൽ പാട്ടിടാൻ നേരത്തെ ആ പാട്ടിനനുസരിച്ച് ഉണ്ടല്ലേ
പാട്ടിനനുസരിച്ച് ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. വേറെ എന്തെങ്കിലും വെറൈറ്റി? എത്ര പാറ്റേൺ ഉണ്ട്? 142 പാറ്റേൺ ആണ് അതിനകത്തുള്ള. അതിൻ്റെ കളറൊക്കെ ക്രിസ്റ്റൽ കളർ, ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ LED ഡോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തത്. എൻഡോർക്കിൻ്റെ DR ഇതേപോലെ RGB വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ 2500 രൂപയാണ് കേട്ടോ ഇവിടെ ആവുന്നത് ഈ ഒരു വർക്കിന്. ഇതിൻ്റെ അകത്ത് നിയോൺ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ DRൽ മാത്രം RGB ചെയ്തതേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നിയോൺ ലൈറ്റ് വേണമെങ്കിൽ നിയോൺ ലൈറ്റിൽ നമുക്ക് RGB സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതേപോലത്തെ ഉള്ള വർക്കിന് നമ്മൾ നിസ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ എല്ലാ വർക്കും കഴിഞ്ഞപ്പം സമയം 8 മണിയായി, രാത്രി 8 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാ വർക്കും ചെയ്ത് എൻ്റെ വണ്ടിയുടെ വർക്ക് മാത്രം ചെയ്തില്ല. അപ്പോൾ വർക്ക് നാളത്തേക്ക് മാറ്റി വെച്ചേക്ക്. നാളെ രാവിലെ കൊണ്ടുവന്ന് നമ്മളെ എക്സ്പ്രസ്സിൽ ചെയിൻ സ്പോക്കറ്റ് മാറ്റാനായിട്ട് പോകാൻ കേട്ടോ. പിറ്റേന്ന് രാവിലെ എക്സ്പ്രസ് കൊണ്ടുവന്ന ഷോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് മാറാനുള്ള പരിപാടിയാണ്. റോഡോണിൻ്റെ ഗോൾഡൻ ചെയിൻ സ്പോക്കറ്റാണ് കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം തുടങ്ങിക്കോ. അപ്പം വണ്ടിയുടെ ചെയിൻ ബെയറിങ് ഇതാ കംപ്ലൈൻ്റ് ആയിപ്പോയി കേട്ടോ. ചെറിയ പിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ തന്നെ ഡാമ്പർ ബുഷും പോയി കിടക്കുകയാണ്. ബെയറിങ് ഒന്ന് മാറണം. 6005 ഇതിൻ്റെ കോഡ് വരുന്നത്, എക്സ്പൾസിൻ്റെ ബെയറിങ്ങിൻ്റെ കോഡ് കേട്ടോ. ചെയിൻ സ്പോക്കറ്റ് അപ്പോൾ ഇതാണ്. എക്സ്പൾസിൻ്റെ വരുന്ന 4Vക്ക് വരുന്നത് 2870 കേട്ടോ. 4V അല്ലാതെ എക്സ്പൾസ് 2Vയുടെ ഇരിപ്പുണ്ട്. അതൊരു 2604. ഇത് MRP പ്രൈസാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അല്ലാതെ വരും. അപ്പോൾ റോളർ ഗോൾഡൻ ചെയിൻ സ്പോക്കറ്റ്. ഓക്കെ, കിടക്കുന്ന കിടപ്പുണ്ടല്ലേ ആ ഒരു ഗോൾഡൻ കളർ. എൻ്റെ മോനെ പൊളി. ഇതിനകത്ത് തന്നെ ഒരു വൈറ്റ് ഗ്രീസ് വരും. ഇത് അടിപൊളി ഗ്രീസാണ് കേട്ടോ. അപ്പോൾ ഈ ചെയിൻ സ്പോക്കറ്റ് മാറുന്ന സമയത്ത് ലൂബും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ഈ ഒരു ഗ്രീസിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ്. പക്ഷേ ഗ്രീസ് കുറവാണ് കേട്ടോ. ആദ്യമൊക്കെ നല്ല ഗ്രീസായിരുന്നു ഇറങ്ങിയ സമയത്തൊക്കെ ഈ ചെയിൻ സ്പോക്കറ്റിന്. ഇപ്പം ഇതിൻ്റെ ഗ്രീസും കാര്യങ്ങളൊക്കെ ക്വാണ്ടിറ്റിയൊക്കെ കുറവുണ്ട്. ചെറുതായിട്ടൊക്കെ ലൂബ് അടിക്കാം ഇതിൻ്റെ കൂടെ തന്നെ. ചെയ്ത് സെറ്റാക്കി. ഈ ഒരു കളറിൽ തന്നെ എല്ലാ വണ്ടിക്കും ചെയിൻ സ്പോക്കറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ചെയിൻ സ്പോക്കറ്റ് മാറി. അതുപോലെ തന്നെ ഗ്രിപ്പും ഇതാ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡ്, റെസ്റ്റയുടെ ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ ആക്കി. KTMൻ്റെ ഗ്രിപ്പാണ് കേട്ടോ അതിൻ്റെ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾഡൻ ചെയിൻ സ്പോക്കറ്റ്. വണ്ടി ഓടിക്കാനൊക്കെ ഇപ്പോൾ അടിപൊളി സ്മൂത്ത്നെസ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ചെയിൻ സ്പോക്കറ്റ് ഇട്ട് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് വേറെയാ. ഒരു തരത്തിലുള്ള സൗണ്ടും കാര്യങ്ങളും ഒന്നുമില്ല. ഭയങ്കര സ്മൂത്തായിട്ട് വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനിയിപ്പം നാളെ പോവാണ്. കുറച്ച് പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താണ് സ്റ്റവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീർക്കാം. നാളെ നമ്മളെ ഓഫ് റോഡിങ് ആണ്, ടെൻറ്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ സാധനങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഗ്യാസ് സിലിണ്ടറും സ്റ്റവും ടെൻറ്റും എല്ലാം സെറ്റ് ചെയ്ത്. ഇത് നമ്മളന്ന് വാങ്ങിച്ച ടിന്നാണ്. ഇതിൻ്റെ അകത്ത് ആദ്യം ഇരിക്കുന്ന കോഫി പൗഡർ, രണ്ടാമത് ഇരിക്കുന്ന ഉപ്പ്, പിന്നെ എണ്ണ, തൈര്, ഇങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചേക്കാൻ, ഇങ്ങനെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചേക്കാൻ കേട്ടോ. നമുക്ക് അടപ്പമൊക്കെ എടുക്കാനും പറ്റും. അതെല്ലാം സെറ്റ് ചെയ്തിന് ഡ്രസ്സ് കൂടെ മാത്രം പാക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വണ്ടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. വണ്ടി ഇനി കഴുകണം. അത് ടെൻറ്റും ബാഗും എല്ലാം സെറ്റപ്പ് ആക്കണം. ഓക്കെ, ആക്കട്ടെ. സമയം ഒട്ടുമില്ല. 12 മണിക്ക് പോകണം. ഇപ്പോൾ 11:30 ആയിട്ടുണ്ട്. അരമണിക്കൂറല്ല, എന്തായാലും കഴിയാൻ നേരത്തെ അരമണിക്കൂർ കഴിയും കേട്ടോ. അപ്പോൾ വണ്ടി വാഷ് ചെയ്ത് വണ്ടിക്ക് വേണ്ട ടെൻറ്റ് ബാഗും എല്ലാം സെറ്റാക്കി. ഇനി ലഗേജ് മാത്രം കയറ്റി അത് ഏറ്റാ. ഡ്രസ്സ് ഇതാ കുറച്ച് ഡ്രസ്സ് മാത്രം എടുത്തോളൂ. അതായത് 2 ഡ്രസ്സ് രാത്രി ഇടാൻ പറ്റിയ ഒരു ഷോർട്സും ടീഷർട്ടും മാത്രം എടുത്തോളൂ. ബ്രഷും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്ത് ഇനി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇനി സെറ്റപ്പ് ആകണം കേട്ടോ. ഗ്യാസ് സിലിണ്ടറും സ്റ്റവും എല്ലാം ഇനി വണ്ടിക്കകത്ത് കയറ്റാണ്ട്. സ്പേസ് ഉണ്ട്, വേഗം കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ഇനി ഫുള്ളൊന്ന് കയറ്റിട്ട് ഭയങ്കര തിരക്കായിപ്പോയി. എല്ലാം സെറ്റായിട്ട് ഇറങ്ങാൻ നേരത്ത് നമുക്ക് വീഡിയോ സെറ്റപ്പ് ആക്കി കയറ്റുന്നൊന്നും വീഡിയോ ഇടുന്നില്ല. കാരണം ഫോണും ചാർജ് ചെയ്യണം, GoPro എല്ലാം ചാർജ് ചെയ്യാണ്ട് കുറച്ച് തിരക്കായിപ്പോയിട്ടെ. ഇപ്പം തന്നെ 12 മണി ആവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒന്ന് പിടച്ചടിച്ചിട്ട് അവിടെ എനിക്ക് കുളിക്കുകയും വേണം. എല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ കാണാൻ പോകുന്നത് നമുക്ക് മലയുടെ മോളിൽ പോയിട്ടുള്ള വീഡിയോസ് ആണ്. അത് അടുത്ത എപ്പിസോഡിലാണ്. അടുത്ത എപ്പിസോഡ് ആരും മിസ് ചെയ്യില്ല കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് പൊളിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അടുത്ത വീഡിയോ അവിടെ പോയി പൊളിക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭാര്യ എനിക്കായിട്ട് സെറ്റ് ചെയ്ത് തന്ന മുട്ട. പക്ഷേ അവളൊക്കെ തിന്നാൻ പോണതാണ്ട ചിക്കൻ. എനിക്ക് ഉണക്ക മുട്ടയെ തന്നിട്ട് എനിക്ക് വേണ്ടി ഉണ്ടാക്കി, എനിക്കും കൂടെ വേണ്ടിയാണ് കേട്ടോ ഫാസ്റ്റ് ആയത്. പക്ഷേ സമയമില്ല, 12:30 ആയി. അപ്പം ചിക്കൻ അമ്മ വച്ചേക്കോ എനിക്ക്.
അപ്പോൾ ഗൈസ് ഫുൾ സെറ്റാണ്, ഇതാ വണ്ടിയും ഫുൾ സെറ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഇറങ്ങിയ സമയം ഇപ്പോൾ 12:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ തിരിച്ച് ഏകദേശം വൈകുന്നേരം 3 മണി ആ ഒരു ടൈമിലൊക്കെ 3 മണിക്ക് മുമ്പ് എത്തുമെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിനി നെക്സ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാം. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതൊന്നും വീഡിയോ ഇല്ല കേട്ടോ. അവിടെ ചെന്നിട്ടുള്ള വീഡിയോസാണ് ഇനി കാണാൻ. അപ്പോൾ നൈറ്റ് കയറി അവിടെ ടെൻറ്റ് അടിക്കുന്നത്, ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്, അൽഫാമും പിന്നെ രാവിലെ മോർണിംഗ് ചായയൊക്കെ ഉണ്ടാക്കുന്നത്, അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊക്കെ വരണമെങ്കിൽ ഞാൻ ചവിട്ടിക്കൊള്ളുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.